ഖുതുബുൽ ആലം, മുദബ്ബിറുൽ ആലം തുടങ്ങിയ ഇസ്തിലാഹുകളൊക്കെ വിശദീകരിച്ചുകൊണ്ട് ഒരു ഉസ്താദ് ക്ലാസ് എടുക്കുമ്പോൾ ആ ക്ലാസ്സിൽ പറയണേ മറ്റൊരു വാക്കാണ്. ഈ കറാമത്തിനെ കുറിച്ച്, മുഅ്ജിസത്തിനെ കുറിച്ചൊക്കെ ഇങ്ങനെ വിശദീകരിച്ച്, മുഅ്ജിസത്ത് അമ്പിയാക്കന്മാരിൽ നിന്ന് ഉണ്ടാകുന്നത്, ഔലിയാക്കന്മാരിൽ നിന്നുണ്ടാകുന്ന ഖർഖുൽ ആദത്ത് കറാമത്ത്, സാലിഹീങ്ങളായ മറ്റു ആളുകളിൽ നിന്നുണ്ടാകുന്ന മൗനത്ത്, പിന്നെ ഫാസിഖീങ്ങളിൽ നിന്ന് ഒക്കെ ഉണ്ടാവുന്നത് ഇസ്തിദ്റാജാണ്, അല്ലെങ്കിൽ സിഹറാണ്, കൺകെട്ടാണെന്നൊക്കെ ഉള്ളത് ഇങ്ങനെ വിശദീകരിച്ചിട്ട് അവിടെ ഒരു വാക്ക് പറയുന്നത് കേട്ടു. പിന്നെ ചില ആൾക്കാരുണ്ട്, ആൾ സാലിഹായ മനുഷ്യനൊക്കെ തന്നെയാണ്, നല്ല ആൾക്കാർ തന്നെയാണ്, പ്രശ്നമൊന്നും അയാൾ കാണില്ല, നല്ല മനുഷ്യൻ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് ഞാൻ വലിയാണ്, ഖുതുബുസ്സമാനാണ്, എനിക്ക് കറാമത്തുണ്ട് എന്നൊക്കെ ഒരാൾ പറയുകയാണെങ്കിൽ അയാളുടെ അടുത്ത് ഒരു പ്രശ്നവും കാണില്ലെങ്കിലും അയാൾ മഗ്റൂറാണ്. ഞാൻ ഖുതുബുസ്സമാനാണ്, ആരെങ്കിലും ഉണ്ടെങ്കിലും ഇങ്ങോട്ട് വരി എന്നൊക്കെ ഒരാൾ വെല്ലുവിളിക്കുകയാണെങ്കിൽ അത് അയാൾ മഗ്റൂറാണ്, അയാളുടെ അടുത്ത് ഒന്നും കാണില്ലെങ്കിലും എന്നൊരു വിശദീകരണം കേട്ടു. എന്തൊരു വലിയ അബദ്ധവാചകമാണത്. മഹാന്മാരെ സ്ഥാനം വാദിക്കുന്ന ഏതെങ്കിലും തെറ്റുകാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടാകാം. പക്ഷെ അങ്ങനെ ഒരാൾ പറഞ്ഞാൽ അവരൊക്കെ മഗ്റൂറാണെന്ന് എങ്ങനെ പ്രഖ്യാപിക്കും? ഈ ഏറ്റവും വലിയ വാചകം പറഞ്ഞവർ ഏറ്റവും ഉന്നതരായിട്ടുള്ളവരല്ലേ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. മഹാന്മാരിലേക്ക് നമുക്ക് വരാം. മുത്തുനബി പറഞ്ഞില്ലേ, ഓരോ വിഷയവും മുത്തുനബി ഇങ്ങനെ എടുത്തു പറഞ്ഞു കൊടുത്തില്ലേ, വിശാലമായ ഹദീസല്ലേ അത്. ഹബീബായ തങ്ങൾ സ്വഹാബത്ത് ഇങ്ങനെ പൂർവിക അമ്പിയാക്കന്മാരുടെ മദ്ഹകൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇബ്രാഹിം ഖലീലുള്ള, മൂസ കലീമുള്ള എന്ന് തുടങ്ങി ഈസാ റൂഹുള്ള എന്ന് തുടങ്ങിയ മദ്ഹകൾ ഇങ്ങനെ പറയുമ്പോൾ ഹബീബായ തങ്ങൾ വന്നിട്ട് മുത്തുനബിയുടെ മദ്ഹ ഇങ്ങനെ വിശദീകരിച്ചു കൊടുത്തില്ലേ. അന ഹബീബുല്ലാ, അന അവ്വലു ശാഫിഇൻ വ അന അവ്വലു മുശഫ്ഫഇൻ എന്ന് തുടങ്ങി, അന അവ്വലു മൻ യുഹദ്ദിഖു ഹൽഖൽ ജന്ന വ മഈ ഫുഖറാഉൽ മുഹാജിരീന വൽ അൻസാർ. ഞാനാണ് ആദ്യമായി, അവിടെ എല്ലാവരും മൗനികളായി നിൽക്കുമ്പോൾ മഹ്ശറിൽ ശുപാർശക്ക് മുന്നിൽ വരുന്ന ആൾ ഞാനാണ്. ആദ്യമായി സ്വീകരിക്കപ്പെടുന്ന ശുപാർശ അത് എൻ്റെ ശുപാർശയാണ്. ആദ്യമായി സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കുന്ന ആൾ ഞാനാണ് എന്നൊക്കെ ഹബീബായ തങ്ങൾ ഇങ്ങനെ എടുത്തു പറഞ്ഞില്ലേ. ഗൗസുല്ലാദൻ തങ്ങൾ പറഞ്ഞതോ എത്രയാണ് ഗൗസുല്ലാദൻ തങ്ങൾ പറഞ്ഞത്? മഖാമുകുമുൽ ഉലാ ജംഅൻ വലാകിൻ മഖാമി ഫൗഖകും മാ സാല ആലി. മഖാമുകുമുൽ ഉലാ ജംഅൻ വലാകിൻ. ഔലിയാക്കന്മാരെ വിളിച്ചിട്ടാണ് ഗൗസുല്ലാദൻ തങ്ങൾ പറയുന്നത്, നിങ്ങളുടെ സ്ഥാനങ്ങളൊക്കെ വലിയ സ്ഥാനം തന്നെയാണ്. വലാകിൻ മഖാമി ഫൗഖകും മാ സാല ആലി, എൻ്റെ സ്ഥാനം അതിൻ്റെയും മുകളിലാണ്. അത് തുടങ്ങി അന ഫീ ഹളറത്തി തഖരീബി വഹ്ദി യുസരിഫുനി വഹസ്ബി ദുൽ ജലാലി എന്നൊക്കെ തുടങ്ങി എത്ര വാചകം ഗൗസുല്ലാദൻ തങ്ങൾ അതുപോലെ എടുത്തെടുത്ത് പറഞ്ഞത് എത്ര പറയാനുണ്ട്. ഈ വാചകങ്ങളൊക്കെ ഒരാൾ പറയുമ്പോഴേക്ക് ആ വാചകം പറഞ്ഞതിൻ്റെ പേരിൽ അവർ മഗ്റൂറാണ് എന്ന് എങ്ങനെ പ്രഖ്യാപിക്കാം? നോക്കുങ്ങൾ, വശാഖത്തു മാ ഫൗഖസ് സമാവാതി കുല്ലിഹാ കദൽ അർശു വൽ കുർസിയു ഫീ തയ്യി ഖബ്ലതി. ആകാശത്തിൻ്റെ മുകളിലുള്ളതൊക്കെ ഞാൻ സാക്ഷ്യം വഹിച്ചിട്ടുള്ളതാണ്. അർശും കുർസിയുമൊക്കെ എൻ്റെ ഖബലത്തിലാണ്. വകുല്ലു ബിലാദില്ലാഹി മുൽക്കി ഹഖീഖതൻ വഅഖതാബുഹാ മിൻ തഹ്തി ഹുക്മി വതാഅതി. അല്ലാഹുവിൻ്റെ നാടുകൾ മുഴുവനും എൻ്റെ അധികാരത്തിലാണ്. നളർതു ഇലാ ബിലാദില്ലാഹി ജംആ കഖർദലത്തിൻ അലാ ഹുക്മി ഇത്തിസാലി. അതാണ് ഈ ലോകം മുഴുവനും നോക്കുമ്പം ഗൗസുല്ലാദം തങ്ങളുടെ കണ്ണിൽ അത്രയേ ഉള്ളൂ എന്നാണ് ഗൗസുല്ലാദം തങ്ങൾ പറഞ്ഞത്. അതാണ് ഭൂമി ഒരുണ്ട പോൽ എൻ കയ്യിലെന്നോവർ എന്ന് ഗൗസുല്ലാദം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ എത്ര വലിയ വാചകങ്ങൾ. മലക്തു ബിലാദല്ലാഹി ശർഖം വ മഗ്രിബാ. അല്ലാഹുവിൻ്റെ ബിലാദ് മുഴുവനും കിഴക്ക് പടിഞ്ഞാറൊട്ടുക്കും ഞാൻ ഉടമപ്പെടുത്തിയിട്ടുണ്ട്. ഞാനൊന്ന് വിചാരിച്ചിരുന്നെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് ജനങ്ങളെ മുഴുവനും ഞാൻ നശിപ്പിക്കുമായിരുന്നു എന്നൊക്കെ ഗൗസുല്ലാദൻ തങ്ങൾ എത്ര പറഞ്ഞു. എന്നിട്ടാണ് പിന്നെ ആ വെല്ലുവിളിയൊക്കെ മഹാന്മാർ വേണ്ട സമയത്ത് വേണ്ട രൂപത്തിൽ ഓരോരുത്തരുടെ അഹ്വാലുകൾക്ക് മഖാമാത്തുകൾക്കനുസരിച്ച് അവർ നടത്തും. ഗൗസുല്ലാദൻ തങ്ങൾ ചോദിച്ചില്ലേ, ഒമൻ ഫീ റിജാലില്ലാഹി നാല മകാനതി. ആരുണ്ടതെന്നൂടെ മഖാമീനെ എത്തിയിട്ട് ആരാലുമുണ്ടെങ്കിൽ ചൽവീനതെന്നോവർ. എന്താണ് ആ ചോദ്യമൊക്കെ? ഒമൻ ഫീ റിജാലില്ലാഹി നാല മകാനതി. ഔലിയാക്കന്മാർ റിജാലുല്ലാഹ് അവരെ വിളിച്ചിട്ടാണ് ആ ചോദിക്കുന്നത്. ആരാണ് എൻ്റെ സ്ഥാനത്ത് എത്തിയിട്ടുള്ളത്? ഉണ്ടെങ്കിൽ കൊണ്ടുവരി, ഉണ്ടെങ്കിൽ വരി, പറയി എന്നാണ് ഗൗസുല്ലാദൻ നിങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഒരാൾ ഞാൻ വലിയാണെന്ന് പറഞ്ഞതുകൊണ്ടോ എനിക്ക് കറാമത്തുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ടോ എനിക്ക് വലിയ മക്കാമാത്തുണ്ട്, ഞാൻ ഖുതുബുസ്സമാനാണ് എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും
അയാൾ മഗ്റൂറാണ് എന്ന് പറയാൻ അതവർ പറയുന്നു എന്നത് ഒരു കാരണമേ അല്ല. സാധാരണക്കാരെ മുമ്പിൽ ഇതൊക്കെ അവതരിപ്പിച്ചു കൊടുക്കുമ്പോൾ പല മഹാന്മാരെക്കുറിച്ചും ജനങ്ങൾ തെറ്റിദ്ധരിക്കും. നല്ല സൂക്ഷിച്ചു വേണം ആ വിഷയം സംസാരിക്കാൻ. എന്താപ്പോൾ പറഞ്ഞപ്പോൾ ഇനി അങ്ങനല്ല ഉദ്ദേശിച്ചെങ്കിൽ കൃത്യമായി അതോട് പറഞ്ഞു കൊടുക്കണ്ടേ? മഹാന്മാർ പലപ്പോഴും അങ്ങനെ പറയൂ കേട്ടോ. അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ മഗ്റൂർ ആയിക്കൊള്ളണമെന്നില്ല എന്നല്ലേ പറഞ്ഞു കൊടുക്കേണ്ടത്? അവിടെ എന്താ പറഞ്ഞത്? നല്ല ആളെന്നെ ഒരു കുഴപ്പവും കാണില്ല, ഒരു തെറ്റും അയാളടുത്ത് കാണില്ല. പക്ഷേ അയാൾ ഞാൻ കുത്തുബുസ്സമാനാണ്, വലിയ ആളാണ്, നിങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരി എന്നൊക്കെ ഒരാൾ വെല്ലുവിളിക്കുകയാണെങ്കിൽ അയാൾ മഗ്റൂറാണ്, ഉറപ്പാണ്. എന്നിട്ട് ഇമാമിങ്ങളിലേക്ക് ചേർത്തിയിട്ട് പറയും ആ വാക്കിനെ. എന്തൊരു വലിയ അബദ്ധമാണത്. യൂസുഫ് നബാനി തങ്ങളെ ജാമിഉ കറാമാത്ത് എടുത്ത് നോക്കുക. ജാമിഉ കറാമാത്തിൽ പല മഹാന്മാരായ ഔലിയാക്കന്മാരെ കുറിച്ച് ഇങ്ങനെ പറഞ്ഞിടത്ത് ചില സ്ഥലത്ത് കാണും ചില മഹാന്മാരെ കുറിച്ച് കാന കസീറമായ ദുഖുറുമിൻ കറാമാത്തി നഫ്സിഹി. ഞാൻ പറയുന്ന ഇബാറത്ത് ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാവും. ഇതേ ആശയം, സ്വന്തം കറാമത്ത് അവരിങ്ങനെ കൂടുതൽ കൂടുതൽ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. ഫയളുന്നുമല്ല മഅരിഫത്തുലഹു അന്നഹു മുദ്ദഇൻ. മഅരിഫത്തില്ലാത്തവർ അവരെക്കുറിച്ച് വിചാരിക്കും അവൻ വിലായത്തിനെ വാദിക്കുന്ന ആളാണ്, കറാമത്തിനെ വാദിക്കുന്ന ആളാണ് എന്ന്. മഅരിഫത്തില്ലാത്ത ആളുകൾ അവരെക്കുറിച്ച് തെറ്റിദ്ധരിക്കും. ഫഇന്ന ദാലിക മിൻ സബീലിൻ നിഅമ ഫഇന്ന ദാലിക മിൻ സബീലി തഹദ്ദുസി ബിൻ നിഅമ. പക്ഷേ അവരത് പറയുന്നത് അള്ളാഹു അവർക്ക് ചെയ്തു കൊടുത്ത നിഅമത്തിനെ എടുത്തു പറയുക എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് അത് തന്നെ യൂസുഫ് നബാനി തങ്ങൾ പ്രത്യേകം എടുത്ത് പറയുകയാണ്. അപ്പോൾ നോക്കുങ്ങൾ, അപ്പോൾ ചില മഹാന്മാരുടെ സ്വഭാവമാണത്. അവർ കറാമത്ത് പറഞ്ഞുകൊണ്ടിരിക്കും, അവരെ സ്ഥാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കും. അതൊന്നും അവർ മഗ്റൂറാണ് എന്നതിൻ്റെ മാനദണ്ഡമായി ഒരിക്കലും അവതരിപ്പിക്കരുത്. ഏതെങ്കിലും വിലായത്തിനെ വാദിക്കുന്നവർ അങ്ങനെ പറയുന്നുണ്ട് എന്നതുകൊണ്ട് നമ്മൾ ഇതൊരു മാനദണ്ഡമായിട്ട് ഇങ്ങനെ ജനങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എത്ര മഹാന്മാരെ കുറിച്ച് തെറ്റിദ്ധരിക്കും. ആ ഭാഗം നമ്മൾ ആലോചിക്കണ്ടേ? മൻ ആദാലി വലിയൻ ഫഖദ് ആദൻതുഹു ബിൽ ഹർബ്. മഹാന്മാരെ വേദനിപ്പിച്ചാൽ അള്ളാഹു യുദ്ധം പ്രഖ്യാപിച്ച മേഖലയാണത്. അപ്പോൾ ആ ഭാഗം, ആ ജാനിബ് വളരെ ക്ലിയർ ചെയ്തുകൊണ്ട് വേണം നമ്മൾ ആ വിഷയത്തിൽ സംസാരിക്കാൻ. അല്ലാണ്ട് ജനങ്ങളൊക്കെ ഇപ്പം ഇങ്ങനത്തെ ആൾക്കാരൊക്കെ ഇങ്ങനെ മഹാനാന്ന് വിചാരിച്ചാൽ എന്താക്കും? അത് പേടിച്ചിട്ട് യഥാർത്ഥത്തിൽ വലിയ മഹത്തുക്കളായ മഹാന്മാരെക്കുറിച്ച് ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കാൻ ഇല്ലാത്ത വിഷയങ്ങൾ മാനദണ്ഡമാക്കി നമ്മളിങ്ങനെ ഇട്ട് കൊടുക്കുക. അത് നല്ല ഗൗരവത്തിൽ മനസ്സിലാക്കണം. അത് യൂസുഫ് നബാനി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഞാനീ പറഞ്ഞ പോലെ ഔസുല്ലാദ് തങ്ങളുടെ വാചകത്തിലൊക്കെ ധാരാളം ഔസുല്ലാദ് തങ്ങൾ പറഞ്ഞു. ഷെയ്ഖുൻ എത്ര പറഞ്ഞിട്ടുള്ളത്? ഷെയ്ഖുനയായി നിരന്തരം ബന്ധപ്പെട്ട ആളുകളൊക്കെ നമുക്ക് പറഞ്ഞിട്ടുള്ളത് അതാണ്. നമ്മൾ മൗലിദ് നൂറിലൊക്കെ വായിക്കണില്ലേ? വഖാല യൗമൻ റാഫിഅൻ അബ്സാറുഹു യാ റബ്ബി ലാ മിസ്ലി ബിഖർനിൽ ഹാദിരി. ഒരു ദിവസം ഷെയ്ഖുന മുകളിലേക്ക് കണ്ണുകൾ ഉയർത്തി ഷെയ്ഖുന പറയുന്നുണ്ട്, യാ റബ്ബി ലാ മിസ്ലി ബിഖർനിൽ ഹാദിരി. അത് നമ്മളെ ഓമശ്ശേരിക്കടുത്ത് പുത്തൂർ തീയർത്തൊടുക അബൂബക്കർ ഹാജിയുടെ വീടിൻ്റെ പിന്നിൽ നിന്നുള്ള ആ പറഞ്ഞ വാക്കാണ് ഇസ്മായിൽ മദനി ഉസ്താദ് മൗലിദിൽ ഉൾപ്പെടുത്തിയത്. ഷെയ്ഖുന കണ്ണുകൾ ഉയർത്തി പറയാണ്, ഈ നൂറ്റാണ്ടിൽ എന്നെപ്പോലെയുള്ള ഒരാളെ നീ സൃഷ്ടിച്ചിട്ടില്ലല്ലോ അല്ലാ എന്ന് ഷെയ്ഖുന അങ്ങനെ എടുത്തു പറയാം. ഇതേ വാക്ക് എത്ര ആളോട് ഷെയ്ഖുന ആ രൂപത്തിൽ പറഞ്ഞിട്ടുണ്ട്.